ഫെബ്രുവരി 13 കടയടപ്പ് സമരത്തിനെതിരെ യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ രംഗത്തെത്തി. ഫെബ്രുവരി 13 സംസ്ഥാനത്തെ വ്യാപാര മേഖലയിൽ ഒരു സംഘടന കടയടപ്പ് സമരം പ്രഖ്യാപിച്ചത് അനവസരത്തിലും ചെറുകിട വ്യാപാര മേഖലയെ തകർക്കാനും മാത്രമാണെന്ന് UMC സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി. വ്യാപാര മാന്ദ്യം മൂലം വലിയ പ്രതിസന്ധിയിലകപ്പെട്ട സംസ്ഥാനത്തെ വ്യാപാര മേഖലയിൽ ഒരു ദിവസത്തെ കടയടപ്പ് സമരം നടത്തി ഉള്ള വരുമാനത്തെ ഇല്ലാതാക്കുകയും ഒപ്പം തന്നെ വൻകിട കുത്തകൾക്ക് കട തുറന്നു വെച്ച് കച്ചവടം ചെയ്യാനും അത്തരം സ്ഥാപനങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ പരസ്യപ്പെടുത്താനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നത് മാത്രമാണ് സമരം കൊണ്ട് സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 13 കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് UMC അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുമെന്ന് പറയുന്ന കടയടപ്പ് സമരം ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. വൻകിട കുത്തകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു അനവസരത്തിലുള്ള ഒരു സമരമാണ്. ഈ വ്യാപാര മേഖല ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഈ അവസരത്തിൽ ചെറുകിട വ്യാപാരികൾ ഒരു ദിവസം കടയടച്ചിടുക എന്ന് പറയുന്നത് തന്നെ അവരെ സംബന്ധിച്ച് വലിയ ബാധ്യത ഉണ്ടാക്കുന്ന കാര്യമാണ്. വ്യാപാര മാന്ദ്യവും വളരെയധികം വ്യാപാരികൾ കഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. വ്യാപാരം തീർത്തും മോശമുള്ള ഒരു സമയമാണ്. സാമ്പത്തിക മാന്ദ്യം നിലനിൽക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം പൂർണ്ണമായിട്ട് കടകൾ അടച്ചിടുക എന്ന് പറയുന്നത് വ്യാപാരികളെ സംബന്ധിച്ച് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് യുണൈറ്റഡ് മർച്ചൻസ് ചേംബർ ഈ വ്യാപാര കടയടപ്പ് സമരത്തിനെതിരാണ്. ഞങ്ങൾ കടകൾ അടയ്ക്കില്ല, ഞങ്ങൾ കടകൾ തുറന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ കടകൾ അടച്ചിടുന്നത് പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുമെന്നും സംസ്ഥാന ബജറ്റിൽ വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VA ജോസ് ഉഴുന്നാലിൽ, സംസ്ഥാന സെക്രട്ടറി ടോമി കുറ്റിയാങ്കൽ, ജില്ലാ പ്രസിഡന്റ് VC പ്രിൻസ്, പാലാ യൂണിറ്റ് പ്രസിഡന്റ് സജി തോമസ് വട്ടക്കനാൽ, ബാബു നെടുമുടി എന്നിവർ പങ്കെടുത്തു.